الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ചും ഭയപ്പെട്ടും അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും മേഖലകളിലും പാലിച്ചു പുലർത്തിയും സൂക്ഷ്മതയോടെ തഖ്വയോടെ ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണമെന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 2026 ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുക? പുതുവർഷം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൊല്ലം കടന്നു മറ്റൊരു കൊല്ലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ആളുകൾ കഥയില്ലാത്ത ഒരു പരിപാടികളൊക്കെ നമുക്കുണ്ട്. കുറെ എണ്ണം ഒച്ചയും വിളിയും കൂട്ടി കുറെ കൂക്കി വിളിക്കും. എന്തിനായി കൂക്കി വിളിക്കുന്നതെന്ന് മനസ്സിലാവും. ചിലർ പടക്കം പൊട്ടിക്കും, വേറെ ചിലര് അന്നാണ് കള്ളുകൂടി തുടങ്ങുക, ചിലര് കുടിച്ച് കുത്താടും, അങ്ങനെയൊക്കെ. പക്ഷെ കാര്യബോധമുള്ള സത്യവിശ്വാസികളെന്ന നിലക്ക് നമുക്ക് ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കുക? അതിങ്ങനെ ഒന്ന് രണ്ട് വാചകത്തിൽ പറയാം. ഒന്ന്, ആയുസ്സിന്റെ പുസ്തകത്തിലെ ഒരു താള് കൂടി മറിച്ചു. ചെറിയൊരു പുസ്തകം, 60-70 പേജേ ഉള്ളൂ. അപ്പൊ അതിൽ ഒരെണ്ണം കൂടെ മറിഞ്ഞു. ഇനിയിപ്പോ എത്ര പേജ് ബാക്കിയാണ്? അതാണ് ഒരു കൊല്ലം കഴിയുമ്പോൾ മറിഞ്ഞു പോകുമ്പോൾ ഒരു വിശ്വാസിക്ക്, ഗൗരവബോധമുള്ള, ജീവിതത്തെ ഗൗരവത്തോടെ കാണുന്ന ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്ന ചിന്ത. അല്ലെങ്കിൽ ഇതൊരു കുഞ്ഞു വൃക്ഷമാണ് ജീവിതം എന്ന് പറയുന്നത്. ആയുസ് എന്ന് പറയുന്നത് ചെറിയ വൃക്ഷം, ഒരു വൻമരമൊന്നുമല്ല, ഒരു വൃക്ഷത്തിന്റെ തൈ എന്ന് വേണമെങ്കിൽ പറയാം. 60-70 ഇലകളെ ഉള്ളൂ. ആ ഇലകൾ ഇങ്ങനെ ഒരു ഇലയും കൂടെ കൊഴിഞ്ഞു. ചിലർക്കൊക്കെ അതിന് എത്ര ഇല ബാക്കിയുണ്ടാവും? ചിലർക്ക് ചിലപ്പോൾ കുറച്ച് ഇല കൂടുതലുണ്ടാവും, ചിലർക്ക് ഇനി അധികം ഇല ഉണ്ടാവില്ല. ഇത് കൊഴിഞ്ഞു പോകുന്ന, ഇങ്ങനെ കൊഴിഞ്ഞു പോയി, ഒരു ഇല കൂടെ കൊഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചിന്തകളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇല കൊഴിയുന്ന, പേജ് മറിഞ്ഞു പോകുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു അവസ്ഥ, അതാണ് കാലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗണനയാണ്. കാലഗണന, നമ്മളുണ്ടാക്കുന്ന വർഷങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയും തന്നെയും വർഷങ്ങളെ 12ആയി തിരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ കൂടി ഞാൻ അതിന്റെ അനുബന്ധം ഈ പറഞ്ഞതിന്റെ ഇതാണ് പോയിന്റ്.
എന്താണ് ഒരു പുതുവർഷത്തിൽ നമ്മളെ ചിന്ത എന്ന് വെച്ചാൽ നമ്മളെ കാലം വർഷം ഒന്നുകൂടെ കഴിഞ്ഞു, നമ്മൾ മരണത്തിലേക്ക് കുറച്ചും കൂടെ അടുത്തു, നമ്മളെ ഖബറിലേക്ക് നമ്മൾ കുറച്ചും കൂടെ അടുത്തു, ആയുസ്സൂടെ തീരാൻ പോവുകയാണ് എന്നുള്ള ഒരു ബോധമാണ് യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ നമുക്ക് ഉണ്ടാവേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പുതുവർഷം വന്നു കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ട് നടക്കേണ്ടത് ഒരു പരിശോധന, ഒരു അവലോകനം. അങ്ങനെ ഉണ്ട്, പലയിടത്തും നമുക്ക് വായിക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കണം. ആ പരിശോധിക്കുന്നത് ബിസിനസ്സുകാർ പരിശോധിക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ മറ്റു സാമൂഹ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന പലരും കഴിഞ്ഞൊരു കൊല്ലത്തെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു, പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട്. അത് തെറ്റായ കാര്യമൊന്നുമല്ല, അങ്ങനെ പരിശോധിക്കണം. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ കഴിഞ്ഞു പോകുന്ന ഓരോ ഘട്ടങ്ങളെയും നമ്മൾ പരിശോധിക്കണം. അത് ശരിക്കും ഒരു വർഷത്തിലേക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വേണം ജീവിതത്തെ ഒന്ന് പരിശോധിക്കാനെന്ന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കൊല്ലം കഴിഞ്ഞാൽ എന്തായാലും ഒരു ചർച്ചയും ഒരു ഓർമ്മയും പ്രത്യേകിച്ച് ഒരു പ്രത്യേക സന്ദർഭം എന്നുള്ള നിലക്ക് പരിശോധിക്കേണ്ടതാണ്. പക്ഷെ ജീവിതത്തെ കുറിച്ച് പരിശോധിക്കാന് ഇനിയിപ്പോ 2027 ആയിട്ട് ഈ 26-നെ കുറിച്ച് പരിശോധിക്കൂ എന്ന് വെക്കേണ്ടതില്ല. നമുക്ക് എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു പ്രസിദ്ധമായ വാചകമാണത്. നിങ്ങളെ തന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വിചാരണക്ക് വിധേയമാക്കണം, പരിശോധിക്കണം, ആത്മപരിശോധന നടത്തണം. ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ്. വസിനു അഅമാലകും ഖബ്ല അൻ തൂസന അലൈക്കും, നിങ്ങളുടെ അമലുകൾ നിങ്ങളൊന്ന് തൂക്കി നോക്കണം. അത് നിങ്ങൾക്ക് വേണ്ടി തൂക്കുന്നതിന്റെ മുമ്പ്, അമലുകൾ തൂക്കപ്പെടുന്നതിന്റെ മുമ്പ്, നിങ്ങളുടെ ജീവിതം പരിശോധനക്കെടുക്കുന്നതിന്റെ മുമ്പ് നിങ്ങളായിട്ട് തന്നെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കുകയും നിങ്ങളുടെ കർമ്മങ്ങളെ, അമലുകളെ ഒന്ന് തൂക്കി നോക്കുകയും ചെയ്യണമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ വാചകം എപ്പോഴും വിശ്വാസികൾക്കിടയിൽ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാചകമാണ്. അത് നമ്മളൊന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. അപ്പൊ കഴിഞ്ഞു പോയതിനെ കുറിച്ചൊക്കെ ഒന്ന് അവലോകനം നടത്താം. സ്വാഭാവികമായി അവലോകനം നടത്തുമ്പോൾ ഗുണമുണ്ടാവും, ദോഷം ഉണ്ടാവും, പ്ലസ് ഉണ്ടാവും, മൈനസും ഉണ്ടാവും, അല്ലേ? നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ ആരും എല്ലാം തികഞ്ഞവരില്ല, തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല, പാപങ്ങൾ സംഭവിക്കാത്ത ആരുമില്ല, അല്ലേ? എല്ലാ കുല്ലു ബനി ആദം ഖത്താഊൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാ മനുഷ്യർക്കും പാപങ്ങൾ സംഭവിക്കാം, ഏറിയും കുറഞ്ഞുമൊക്കെ വീഴ്ചകൾ സംഭവിക്കാം, കുറ്റങ്ങൾ വരാം, കുറവുകൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ തെറ്റുകൾ, കുറ്റങ്ങൾ, വീഴ്ചകൾ, കുറവുകൾ ഇതൊക്കെ വന്നു കഴിയുമ്പോ അതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിലിങ്ങനെ ഉറച്ചു നിന്ന് പോകുന്നതിന് പകരം അതൊന്ന് തിരുത്താൻ പറ്റുമെന്ന് നോക്കാം. ജീവിതത്തെ പരിശോധിക്കുന്നതും വിലയിരുത്തുന്നതും എന്തിനാണ്? അതിന് വന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ തിരുത്താനുള്ള മാർഗം ഉണ്ടോ എന്ന് നോക്കുക. അതില് പുതിയ പുതിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം, ചേർക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു നന്മയും ചെയ്യാത്ത ആരുമില്ല. നമുക്കൊക്കെ ജീവിതത്തിൽ ധാരാളം നന്മകളുണ്ട്, പക്ഷെ കുറ്റങ്ങളുണ്ട്. അപ്പൊ പരിശോധിച്ച് നോക്കുമ്പോൾ കുറ്റങ്ങൾ നമ്മൾ തിരുത്തുകയും ആ കുറ്റങ്ങളിൽ നിന്ന് പരമാവധി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയും അതോടൊപ്പം പുതിയ പുതിയ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. ചില ആളുകളൊക്കെ ചെയ്യാറുണ്ട്, ഞാൻ പ്രതിജ്ഞ എടുക്കുകയാണ് ഈ പുതുവർഷത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അതും നല്ലൊരു കാര്യമാണ്. പുതുവർഷത്തിലാണെങ്കിൽ പോലും ഒരാൾ ഞാൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാ? 2026 ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് നോക്കിക്കൂടെ? നമുക്ക് നോക്കിക്കൂടെ? നമ്മളിത് പലപ്പോഴും വേറെ സന്ദർഭത്തിലൊക്കെ പറയാറുള്ളതാ. അതായത് ഈ 2026 ഒരു നമസ്കാരം പോലും ഉപേക്ഷിക്കാതെ ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കും. നിസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞു, അവരോട് നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത ഒരാൾക്ക് ഈ 2026 ഞാൻ പുതിയ തുടക്കം കുറിക്കാൻ പോവാണ്. എല്ലാ നമസ്കാരവും ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കും. നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ അതിൽ സമയത്തിലോ മറ്റു കാര്യത്തിലോ ഒന്നും നിഷ്ഠയില്ല, തോന്നുമ്പോ അല്ല. ഞാൻ പരമാവധി നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കും. ചിട്ടയോടെ ജമാഅത്തായിട്ട് തീരുമാനിക്കാൻ പറ്റൂലേ? പറ്റുമല്ലോ. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്ത ആളുകളുണ്ട്. ഖുർആൻ ദിവസവും വായിക്കാത്ത, അല്ലെ? ഖുർആൻ ദിവസവും ഓതാത്ത, ഖുർആനിലേക്ക് നോക്കാത്ത ദിവസങ്ങൾ കടന്നു പോകുന്നു വിശ്വാസികൾക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ ആ ഖുർആനിലേക്ക് നമ്മളൊന്ന് തിരിയും.
ഇനിയുള്ള ദിവസങ്ങൾ ഈ 2026 എല്ലാ ദിവസവും ഞാൻ ഖുർആനിൽ കുറച്ചെങ്കിലും വായിക്കാം. കുറച്ചെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ? എന്നാൽ അത് നല്ലൊരു തീരുമാനമാണ്. 2026 കുറിച്ച് എടുക്കുന്ന നല്ലൊരു തീരുമാനം. ഖുർആൻ നേരത്തെ ഓതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അത് കുറച്ചുകൂടി കൂട്ടും. പറ്റുമോ? എന്നാൽ നല്ല തീരുമാനമാണ്. അത് വെറും ഓത്ത് മാത്രം നിൽക്കുന്ന ആളുകൾ അതിന്റെ അർത്ഥവും ആശയവും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. ഞാനൊരു നല്ല തഫ്സീർ, ഞാൻ മുമ്പ് നേരത്തെ നമ്മളൊരു വിഷയം പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു വീട്ടിലെങ്കിലും ഖുർആൻ പരിഭാഷ ഇല്ലാത്തൊരു വീട് ഉണ്ടാവാൻ പാടില്ല നമ്മുടെ കൂട്ടത്തിൽ, അല്ലെ? ഇനി അഥവാ വീട്ടിലല്ല, നമ്മൾ പുറത്താണെങ്കിലും നമ്മുടെ മൊബൈലിലൊക്കെ ഇപ്പൊ ഏത് തഫ്സീർ, ഏത് മലയാളം വേണമെങ്കിലും കിട്ടും. അപ്പൊ ഖുർആനിൽ നിന്ന് കുറച്ച് ആശയം മനസ്സിലാക്കി പഠിക്കും. തീരുമാനിക്കാൻ പറ്റുമോ? പറ്റും. അങ്ങനെ മുന്നോട്ട് പോയിട്ട് നന്മയുടെ എന്തൊക്കെ കാര്യങ്ങൾ നല്ല മാർഗത്തിൽ, അല്ലെ, ജനസേവന പ്രവർത്തനങ്ങളിൽ ഞാൻ കുറച്ചുകൂടി സജീവമാവും. ഈ 2026 ഞാൻ കുറച്ചുകൂടി മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവനായിരിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കും. ദീനീ പ്രവർത്തനത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചക്കും വളർച്ചക്കും, സത്യത്തിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി സത്യമാർഗത്തിലെ പ്രബോധന പ്രവർത്തനങ്ങളിൽ മുൻ വർഷത്തേക്കാൾ ഞാൻ കുറച്ചുകൂടി സജീവമാകും, അല്ലെ? അങ്ങനെയാണ്. ഞങ്ങൾ സുഹൃത്തുക്കൾ ഇന്നലെ 1-ാം തീയതി വൈകിട്ട് ഞങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചുപേര് ഇങ്ങനെ ഇരുന്ന് പള്ളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ 5-8 പേരുണ്ട്. ഞങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തു. നമുക്ക് വെറുതെ നമ്മളെ കഴിഞ്ഞ 2025 എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെ പള്ളിയിൽ ഇരുന്നിട്ടാ. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ചിലർക്കൊക്കെ കുറച്ച് പുരോഗതി ഉണ്ട്, ചിലർക്ക് അത്ര തൃപ്തിയില്ല, ചിലർ അങ്ങനെയൊക്കെ. പക്ഷെ ഒരു കാര്യം നമ്മൾ ഊന്നി പറഞ്ഞു എല്ലാവരും കൂടി, അങ്ങനെയുള്ള ആ 2025-നേക്കാളും നല്ല ഒരു 2026 അത് നമുക്കുണ്ടാക്കണം. അതാണ് ഞാൻ ഈ പറയുന്നതിന്റെ പൊരുളെന്ന് പറയുന്നത്. നമുക്ക് കഴിഞ്ഞതിനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസില്ലേ, ആ ഹദീസ് എന്താണ്? വിശ്വാസിയുടെ 2 ദിനങ്ങൾ ഒരുപോലെയാവുകയില്ല. എപ്പോഴും അവന് ഇന്നത്തെക്കാളും നല്ലൊരു നാളെ ഉണ്ടാവും. എല്ലാ കാര്യത്തിലും ഇന്നത്തെക്കാളും നല്ല ഒരു നാളെ, അല്ലെ? ഇന്നത്തെക്കാളും നല്ല ഈ ആഴ്ചയെക്കാളും നല്ല അടുത്ത ഒരാഴ്ച, ഈ മാസത്തെക്കാളും നല്ല അടുത്തൊരു മാസം, ഈ വർഷത്തെക്കാളും നല്ല അടുത്ത ഒരു വർഷം എന്ന് പറയുന്നതാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശരിയായ കാഴ്ചപ്പാടും നിലപാടും എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു വർഷം കഴിഞ്ഞു പോയിട്ട് അതൊക്കെ ഒന്ന് വിലയിരുത്തി അതിലുള്ള വീഴ്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങളൊക്കെ ഒന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് പരിശോധിച്ച് കറക്റ്റ് ചെയ്ത് ഒരു പുതിയ വർഷം ഏറ്റവും നല്ല ഒരു തുടക്കം, ഏറ്റവും നല്ല ഒരു വർഷമായിട്ട് ഈ 2026 നമുക്കുണ്ടാവണമെന്നതാണ്. നമ്മൾ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പോയി തീരും, അല്ലെ? തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഖേദിക്കും. ഖുർആനിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യൻ വിലപിച്ചു പോകുന്ന, ഖേദിച്ചു പോകുന്ന, ഒരു തിരിച്ചു നടത്തം കിട്ടിയെങ്കിലെന്നും ആഗ്രഹിച്ചു പോകുന്നു, ഒരു സെക്കൻഡെങ്കിലും അധികം കിട്ടിയെങ്കിൽ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. പടച്ചോനെ, എനിക്ക് ഒരു ചെറിയ സെക്കൻഡ് കൂടി, കുറച്ച് സമയം കൂടി എനിക്ക് നൽകണേ നാഥ, എന്നാൽ ഞാനൊന്ന് നന്നാവും. ഞാൻ നല്ലവനായിട്ട്, ഞാൻ സദ്ധർമ്മം ചെയ്യുന്ന, ദാനം ചെയ്യുന്ന, സത്യത്തെ അംഗീകരിക്കുന്ന സത്യവിശ്വാസികളുടെ, സച്ചരിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനായിട്ട് ഞാൻ മാറുമെന്ന് പറയും. പക്ഷെ ഫലയുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അല്ലെ? അവധി എത്തിയ പിന്നെ ഒരു സെക്കൻഡും പിന്തിക്കൂല. അപ്പൊ ആ അവധിയിലേക്ക് അടുത്തു എന്നാണ് വിചാരിക്കുക. ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു, ഏതാനും ഇലകളെ ഉള്ളൂ, ഏതാനും താളുകൾ കൂടി മറിഞ്ഞാൽ തീർന്നു എന്ന ഒരു ബോധമാണ് ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാവേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ യഥാവിധി സൂക്ഷിക്കുക. ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കുക. വത്തഖുല്ലാഹ്, അത് ആലോചിക്കുമ്പോൾ അള്ളാഹിനെ സൂക്ഷിക്കണം എന്നുള്ളൊരു പേടി ബോധം നല്ലോണം വരും. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നന്നായി അറിയുന്നവനാണ്. അപ്പൊ നമ്മൾ എന്തും കൊണ്ട് തിരിച്ചു പോകണം. എന്താണ് നമ്മുടെ കയ്യിലുള്ള ഡെപ്പോസിറ്റ്? ജീവിതം ഒരു പ്രവാസമാണ്. പ്രവാസികൾ തിരിച്ചു പോകുന്ന 2 രൂപത്തിലുണ്ട് നമ്മൾ അറിയാലോ. ചിലർക്ക് ടിക്കറ്റ് മറ്റുള്ളവർ എടുത്തു കൊടുത്തിട്ട് കയറ്റി വിടുന്നു. 25-30 കൊല്ലം കഴിഞ്ഞിട്ട് അവസാനം നാട്ടിലേക്ക് ആളുകൾ ടിക്കറ്റ് എടുത്തിട്ട് കയറ്റി വിടുന്ന പരാജയപ്പെട്ട പ്രവാസം എന്നൊക്കെ പറയും. നേരെ കുറച്ച് എല്ലാം സെറ്റപ്പാക്കി വൃത്തിയായിട്ട് പോകുന്ന ആളുകളുണ്ട്, അല്ലെ? ജീവിതം ഒരു പ്രവാസമാണ്. കുൻ ഫിദ്ദുനിയാക അന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഈ ഭൂമിയിൽ ഒരു യാത്രക്കാരനെ പോലെ, പ്രവാസിയെ പോലെ ജീവിക്കുക. യാത്രക്കാരൻ അവന്റെ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ നടന്നു പോകും. ആ നടന്നു പോകുന്നവരുടെ ഇടയിൽ കാണുന്ന ചെറിയ തണലുകളോ, ചെറിയ വിശ്രമ കേന്ദ്രങ്ങളോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളോ അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തെ
തെറ്റിക്കുകയില്ല. അല്ലെങ്കിൽ വിദേശിയാണ്, വിദേശി സ്വദേശത്തേക്ക് മടങ്ങും. നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചു പോവേണ്ടവരാണ്. അപ്പോ നമ്മുടെ കയ്യിൽ ഡെപ്പോസിറ്റ് എന്തും സമ്പാദിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് എന്ന ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടുന്ന സന്ദർഭമാണ് എന്നാണ് പറയാനുള്ളത്. പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയുണ്ട്, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രസിദ്ധമായ പ്രാർത്ഥന, അത് ഹദീസിൽ നിന്ന് നേർക്കുനേരെ വന്ന പ്രാർത്ഥനയല്ല, പക്ഷെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പലപ്പോഴായിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെ ചേർത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ, മർഹൂം ഷെയ്ഖ് യൂസുഫുൽ ഖർളാവി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ എല്ലാ സന്ദർഭങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന. അതെന്താണെന്നറിയോ? അല്ലാഹുമ്മ ജഅൽ യൗമന ഖൈറൻ മിൻ അംസിന, അല്ലാഹുമ്മ ജഅൽ യൗമന ഖൈറൻ മിൻ അംസിന. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ദിവസം ഇന്നത്തേക്കാളും നന്നാക്കണം, ഇന്നലത്തേക്കാളും നന്നാക്കണമേ. അല്ലാഹുമ്മ, ഞങ്ങളുടെ ഈ ദിവസം, ഇന്നേ ദിവസം ഇന്നലത്തേക്കാളും നന്നാക്കി തരണേ തമ്പുരാനെ, ഖൈറാക്കണേ. വജഅൽ ഗദന ഖൈറൻ മിൻ യൗമിന, ഞങ്ങളുടെ നാളെ ഇന്നിനേക്കാളും നന്നാക്കി തരണേ പടച്ചോനെ. വജഅൽ ഖൈറ അഅ്മാലിന അവാഖിറഹ, ഞങ്ങളുടെ ആയുസ്സിലെ ഏറ്റവും നല്ല കാലം അതിന്റെ അവസാന കാലമാക്കണേ. ആയുസ്സിലെ ഏറ്റവും നല്ല കാലം അതിന്റെ അവസാനത്തെ കാലമാക്കണേ. ഓടിത്തളർന്ന് ചടച്ച് അവസാനം ഒന്നുമല്ലാതായി പോവല്ല, നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടല്ലോ. ആ ഖിതാമുഹു മിസ്കിൻ എന്ന് പറഞ്ഞില്ലേ, ഹുസ്നുൽ ഖിതാം എന്ന് അറബിയിൽ പറയാം, ഏറ്റവും നല്ല പര്യവസാനം എന്ന് പറയും. അങ്ങനെ ഞങ്ങളുടെ ആയുസ്സിലെ ഏറ്റവും നല്ല കാലം ഞങ്ങളുടെ ആയുസ്സിന്റെ അവസാന കാലമാക്കണമേ. വഖൈറ അഅ്മാലിന ഖവാതീമഹ, ഞങ്ങളുടെ അമലുകളിൽ ഏറ്റവും നല്ലത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അവസാന കാലത്ത് ചെയ്യുന്ന അമലുകളാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് പലപ്പോഴും പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവസാനത്തെ ഒരു വർത്താനം എന്താണെന്നറിയോ? വഖൈറ അയ്യാമിന യൗമ നൽഖാക്, പടച്ചവനെ, ഞങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം ഏതായിരിക്കണമെന്നോ? നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമായിരിക്കണം. ഏറ്റവും നല്ല ദിവസം നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കണമേ. വ അൻത റാളിൻ അന്നാ, നീ ഞങ്ങളെക്കുറിച്ച് തൃപ്തിപ്പെട്ടവനായ അവസ്ഥയിൽ. ഇത് പ്രാർത്ഥന, ഇത് അറബിയിലൊന്നും നമുക്കറിയില്ലെങ്കിൽ ഇതിന്റെ ആശയം നമുക്ക് മനസ്സിലായില്ലേ? ഈ ആശയം മനസ്സിലാക്കി പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് നല്ല കരുതലോടും ജാഗ്രതയോടും കൂടി ഉണ്ടാവുക. ഈ 2026 നമുക്ക് നല്ലൊരു വർഷമായിരിക്കട്ടെ, നല്ലൊരു വർഷമായിരിക്കട്ടെ. നല്ല കച്ചവടക്കാർക്ക് നല്ല കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവട്ടെ, കൃഷിക്കാർക്ക് നല്ല കൃഷിയിൽ ബർക്കത്തുണ്ടാവട്ടെ, ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിയിലൊക്കെ പുരോഗതി ഉണ്ടാവട്ടെ, പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവരുടെ പഠനത്തിലും വിദ്യാഭ്യാസത്തിലും നല്ല പുരോഗതി ഉണ്ടാവട്ടെ, നാട്ടിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ. അതോടൊപ്പം നമ്മുടെ ദീനീയായ ജീവിതത്തിൽ അള്ളാഹുവിലേക്കും പരലോകത്തെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് സച്ചരിതരായ മനുഷ്യരോടുകൂടി ജീവിക്കുന്ന, നല്ല മനുഷ്യരായിട്ട് ജീവിക്കുന്ന, ഏറ്റവും കൂടുതൽ അമലുകളും സൽക്രമങ്ങളും ചെയ്യുന്ന ഒരു വർഷം കൂടിയായിട്ട് നമ്മുടെ വർഷം മാറട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി ആയിട്ട് പറയാൻ ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ പോവുക. അതായത് നമ്മുടെ ഈ ശാന്തപുരം മഹല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അഭിമാനം. ഈ ശാന്തപുരത്തിന്റെ നമ്മുടെ മഹല്ലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഹല്ലിൽ ഒരു മഹത്തായ സ്ഥാപനമുണ്ട്. ശാന്തപുരം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയി പറഞ്ഞാലും, കേരളത്തിൽ മലയാളികൾ ജീവിക്കുന്ന എവിടെ പോയി പറഞ്ഞാലും ശാന്തപുരം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക അഭിമാനമുണ്ട്. ശാന്തപുരത്തുകാരൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു അഭിമാനം. എന്താണ് കാരണം? ഒന്ന് ഈ മഹല്ലാണ്, മറ്റൊന്ന് ഈ മഹല്ലിലുള്ള മഹത്തായ ഒരു സ്ഥാപനമാണ്. അത് 1958 അങ്ങാണ്ട് ആരംഭിച്ച അല്ലെ നമ്മുടെ ഈ മഹല്ലിലെ ഇസ്ലാമിയ കോളേജാണ്. അതിപ്പോ ജാമിയ അൽ ജാമിയ ആയിട്ട് മാറി, യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയിരിക്കാം കുറച്ചു കാലമായിട്ട്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളിലെ അതിന്റെ സംഭാവനകളൊക്കെ നമുക്ക് ധാരാളം അറിയാം. എന്തായിരുന്നു ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്നറിയോ? ഒരു കാലത്ത് പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആ പണ്ഡിതന്മാർ വെറും ദീൻ മാത്രം അറിയുന്ന, ആരൊക്കെ എഴുതിയിട്ടുള്ളതുപോലെ ഒരു ഭാഗത്ത് കുറെ മുല്ലമാരും ഒരു ഭാഗത്ത് മിസ്റ്റർമാരും എന്ന് പറഞ്ഞില്ല. അതായത് ഭൗതിക വിദ്യാഭ്യാസം മാത്രമുള്ളവർ, അവർക്ക് ദീൻ അറിയില്ല, അവർ കുറെ മിസ്റ്റർമാരായിട്ട് നടക്കുന്നു. ദീനി വിദ്യാഭ്യാസം മാത്രമുള്ളവർ കുറച്ച് മുല്ലമാരുമായിട്ട് നടക്കുന്നു. ഇവർ തമ്മിൽ ഒരു യോജിപ്പുമില്ല, ഒന്നിച്ചു പോകുന്നില്ല, അല്ലെങ്കിൽ
അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ദീനും ദുനിയാവും അറിയുന്ന പണ്ഡിതന്മാരുണ്ടാവണം എന്ന് തീരുമാനിച്ചു ഇസ്ലാമിക പ്രസ്ഥാനം. മുല്ലയും മിസ്റ്ററും ഒന്നാവണം. അങ്ങനെ രണ്ടും കൂടെ ചേർന്ന് പഠിപ്പിക്കുന്ന കേരളത്തിൽ ആദ്യമായി ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം തുറന്നു. അതിന്റെ തുടക്കം ഇവിടെയാണ്. അവിടെ നിന്നുണ്ടായ ഒരുപാട് പണ്ഡിതന്മാർ അവർ ദീനി മേഖലയിൽ വലിയ സേവനങ്ങൾ നൽകി. സമൂഹത്തിന് വിദ്യാഭ്യാസ പ്രവർത്തകർ, പണ്ഡിതന്മാർ, പ്രഭാഷകർ, എഴുത്തുകാർ, മാധ്യമ പ്രവർത്തകർ, അല്ലെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, ഇപ്പൊ കാനഡയിൽ നിന്നൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക ശബ്ദം എന്ന് പറയുന്നത് ഈ ശാന്തപുരം കോളേജിന്റെ സന്തതിയുടെ ശബ്ദം. ഇസ്ലാം ഓൺലൈനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അപ്പൊ മഹത്തായ ഒരു സ്ഥാപനമാണ്. അതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. നിങ്ങളൊക്കെ അതിൽ പങ്കുവഹിച്ചവരും പല നിലക്കും അതിൽ സപ്പോർട്ട് ചെയ്യുന്നവരുമാണ്. അതിൽ അഭിമാനമുണ്ട്. അതിൽ പങ്കുവഹിച്ചതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നമുക്ക് നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പൊ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അതിങ്ങനെ വികസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇപ്പോ അതിന്റെ ഈ 4-ാം തീയതി ജനുവരി 4-ന് അതിന്റെ 70 വർഷം പിന്നിട്ടതിന്റെ വാർഷിക ആഘോഷത്തിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിപാടികളുടെ പ്രഖ്യാപന സമ്മേളനം നടക്കുകയാണ്. വൈവിധ്യമായ പരിപാടികളുണ്ട്. പണ്ഡിതന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ പണ്ഡിതരും നേതാക്കളെ സംബന്ധിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെയും അവിടെ എത്തി അത് നമ്മുടെ സാന്നിധ്യം അറിയിച്ച് അവിടെ നിന്ന് പറയുന്നത് കേട്ട് അതിനോട് ചേർന്ന് നിന്ന് നമ്മുടേതായ ഐക്യദാർഢ്യം കൂടി പ്രഖ്യാപിക്കുക നമ്മുടെ അഭിമാനമാണ്, സന്തോഷമാണ്. ആ കാര്യം ഞാൻ നിങ്ങളെ ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നലത്തെക്കാളും നല്ല ഒരു ഇന്നിനേക്കാളും നല്ല ഒരു നാളെ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ദിവസമാവട്ടെ. സംതൃപ്തിയോടുകൂടി നാഥനിലേക്ക് മടങ്ങിയിട്ട് യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, സമാധാനം പ്രാപിച്ച ആത്മാവെ നിന്റെ റബ്ബിലേക്ക് നീ തൃപ്തിയോടെ മടങ്ങിക്കോ. നിന്റെ റബ്ബ് നിന്നെ കുറിച്ച് തൃപ്തനാണ്, നീ റബ്ബിനെ കുറിച്ച് തൃപ്തനാണ്. അതാണ് വഖൈറ അയ്യാമിനാ യൗമ നൽഖാക് വഅൻത റാദിൻ അന്ന എന്ന പ്രാർത്ഥന. നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം, നീ ഞങ്ങളെക്കുറിച്ച് തൃപ്തിപ്പെടുന്ന ദിവസം, അതായിരിക്കണം നാഥ ഞങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം എന്ന പ്രാർത്ഥന. അള്ളാഹുവേ, അത്തരക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ പാവങ്ങൾ പുറത്തു തരണേ നാഥ, വീഴ്ചകൾ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഈമാനും തഖ്വയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ നാഥ. ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. ഞങ്ങൾക്ക് മനക്കരുത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ വിഷമിക്കുന്നവരുണ്ട് നാഥ, രോഗം കൊണ്ട് വിഷമിക്കുന്നവർ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. കച്ചവടത്തിലും ജീവിതമാർഗത്തിലും പ്രയാസപ്പെടുന്ന പലരും ഉണ്ട് നാഥ. ജീവിത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നീ അവരുടെ വഴികൾ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. തുറസ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ കുട്ടികളെ അനുഗ്രഹിക്കണേ നാഥ. അവരിൽ പഠിക്കുന്നവരുണ്ട്, അവർക്ക് നന്നായി പഠിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ജോലി ചെയ്യുന്നവർക്ക് അവർ പുരോഗതി നൽകണേ തമ്പുരാനെ. കഴിഞ്ഞ വർഷത്തെക്കാളും ഒരു നല്ല വർഷം ദീനിലും ദുനിയാവിലും ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ നേരിട്ടുകൊണ്ടിരി ബാധിച്ചിട്ടുള്ള പ്രതിസന്ധികൾ പലതുണ്ട്. ഞങ്ങൾ ജീവിച്ചു പോകുന്ന നാട്, ഞങ്ങളുടെ നാട്, സ്വന്തം നാട്, പക്ഷേ അന്യമാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കടുത്ത വംശീയ വിരോധം വെച്ച് പുലർത്തി ഈ രാജ്യത്ത് ജനിച്ച് ജീവിക്കുന്ന ഞങ്ങളെ അന്യരാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും നടക്കുന്ന നാഥ, അക്രമികളുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഞങ്ങളുടെ ജന്മനാട്ടിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരണേ തമ്പുരാനെ, ഒരുക്കി തരണേ തമ്പുരാനെ. അതിനെതിരിൽ കുതന്ത്രങ്ങൾ മെനയുന്നവരുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ ഈമാനോടുകൂടി മരിപ്പിക്കണേ തമ്പുരാനെ. അവസാന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ത്വയ്യിബ ഉച്ചരിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം, വിട പറഞ്ഞുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.
العالمين. أقم الصلاة. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر لا إله إلا الله